എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടി എടുക്കുന്ന അഭിപ്രായം. അതുകൊണ്ടല്ല, പാർട്ടി എടുക്കേണ്ട സമയത്ത് യുക്തമായ തീരുമാനം പാർട്ടി എടുക്കും. എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയ നവകേരള സദസ്സ് വീണ്ടും തുടങ്ങുകയാണ്. ഈ 4 ദിവസം എറണാകുളത്താണ് നവകേരള സദസ്സ്. ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കഴിഞ്ഞ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, മുഖത്തോട് മുഖം കണ്ടിട്ട് രണ്ടുപേരും നോക്കാത്തൊരു സാഹചര്യമാണ്. അപ്പം വീണ്ടും നവകേരള സദസ്സ് നടക്കുകയാണ്. എന്താണ് ഈ നവകേരള സദസ്സ് കൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല, കേരളത്തിനും ഉണ്ടായിട്ടില്ല. ഇത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ ചെലവിൽ നടത്തിയൊരു മാമാങ്കമാണ്. അതുകൊണ്ട് ഇനി 4 ദിവസം കൂടെ നടത്തിയാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 10-16 ലക്ഷം പരാതികൾ കിട്ടി. ആ പരാതികളിലൊന്നും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പരാതികളൊക്കെ താഴോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യത്തിലും പരിഹാരം ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു, നാടിനും ജനങ്ങൾക്കും ഈ സദസ്സ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ല, പ്രതിപക്ഷം വിട്ടുനിന്ന് എത്ര നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായേനെ. അദ്ദേഹം പോയ ശൈലജ ടീച്ചറെ ആക്ഷേപിച്ചു, തോമസ് ചാഴിക്കാടിനെ അപമാനിച്ചു, പോയ MP-മാരെയും MLA-മാരെയും ഒക്കെ മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിക്കുകയല്ലേ. അപ്പം ഞങ്ങളെ അങ്ങനെ ആക്ഷേപിച്ചിരുന്നേ ഞങ്ങൾ തിരിച്ചടിച്ചേനെ. അപ്പോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേനെ. വിട്ടുനിന്ന് എത്രയും നന്നായതാണ് എൻ്റെ അഭിപ്രായം. എനിക്കത് ഇല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ഈ സമയത്ത് ഇതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ കോൺഗ്രസ് അതിനുവേണ്ടി സജ്ജരാകുന്നതിന് പകരം ഇത്തരം ആഭ്യന്തര തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് മുന്നണിയെ തന്നെ അത് ഒരു പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും വേണമെന്നുള്ളതാണ്. എനിക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനും എതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. ആ ശക്തമായ നിൽക്കുന്ന ജനവികാരത്തെ യോജിപ്പിച്ച് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. പിന്നെ മുതിർന്ന നേതാവായ VM സുധീരന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ പാർട്ടി വേദിയിലാണല്ലോ അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. അത് ജനാധിപത്യ രീതിയാണ്. പാർട്ടി സംഘടനക്കുള്ളിൽ അതിനെ ആ രീതിയിലല്ല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനെ കൈകാര്യം ചെയ്തത്. പുറത്ത് അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. എല്ലാവരും ഒറ്റക്കെട്ടായി പോകണം, പാർട്ടി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് അവർ മറുപടി കൊടുത്തോളൂ. അതുപോലെ ഈ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരൊക്കെ ഈ BJP പരിപാടികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനെതിരെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്? എന്താണ് പ്രധാനമന്ത്രിയെ പോയി ഇപ്പം ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ടൊരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി. ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത പിറ്റേ ദിവസം ക്രിസ്മസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകളെ ക്രിസ്മസിന് ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അവർ മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട്. അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കണ്ടത്